പണിക്കർ സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ എന്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ കുറ്റം പറഞ്ഞാലും അദ്ദേഹം ജനറൽ ന്യൂട്രൽ യൂണിഫോം ഒക്കെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ അച്ഛൻ പുച്ഛൻ താങ്കളെ വിമർശിക്കുന്നത് ഞാൻ കണ്ടതാണ്. വിമർശനമല്ല, കളിയാക്കലാണ്. അത് വിമർശനമൊന്നും ഞാൻ പറയില്ല, അത് കളിയാക്കലാണ്. പക്ഷേ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നു. ഇനി താങ്കളുടെ ആംഗിൾ കൂടെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ക്ലാസ് മുറികളിൽ ബോഡി ഷെയ്മിംഗ് അടക്കം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അധ്യാപകരിൽ നിന്നോ സ്കൂൾ അധികാരികളിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ക്ലാസ് മുറികളിൽ വെച്ച് ഫീസ് ചോദിക്കാൻ പാടില്ല. കഴിവതും ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തി പരിഹരിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പൊ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയകാല ചെയ്തികൾ, മറ്റേ നിയമസഭയിൽ കിടന്ന് ചാടിത്തുള്ളിയതൊക്കെ പല ആൾക്കാരും എടുത്തുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം. എല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു വിഷയം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നല്ല കാര്യം. ധനുഷ്, അത് പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന വിമർശനം എന്താണെന്നൊന്ന് പറഞ്ഞു പോകാം. എങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കേൾക്കുന്ന സമയത്ത് ഇവനെന്തോ കൊടൂര കൃത്യം കൂടെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നും. ഇല്ല, അത് ഞാൻ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ അതിനോട്. ആ അല്ലെങ്കിൽ ഇപ്പൊ ആ താഴെ കമന്റ് വരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഞാൻ പറയുന്നത് ഉം, ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത് എന്തോ ഒരു മഹത്തരമായ കാര്യമാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഉം, ആഹ് ഉം. ആണാണെന്നും പെണ്ണ് പെണ്ണാണെന്നും ഇനി മൂന്നാമതൊരു ലിംഗമുണ്ട് എങ്കിൽ അത് മൂന്നാമത്തെ ലിംഗമാണ് എന്നും പറയുന്നതിലോ അത് എക്സ്പ്രസ് ചെയ്യുന്നതിലോ പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അതെ. പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഇതിനെല്ലാം തന്നെ ഒറ്റയടിക്ക് ആരും തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എന്ന രീതിയിലത്തേക്കുള്ള സംവിധാനത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ കാര്യമുണ്ട് എന്ന് എനിക്ക് ഉം, തോന്നുന്നില്ല. അത് ഒരു 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 പുതിയ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉം. എന്ന രീതിയിൽ മാത്രമല്ല. ഇപ്പോൾ ധനുഷ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, പണ്ട് ബാറ്റ്സ്മാനും ബാറ്റ്സ് വുമണുമായിരുന്നു, ഇപ്പോൾ ബാറ്ററായി അല്ലേ. അതെ, ഇപ്പൊ ഈ ബാറ്ററായി. ബാറ്റ്സ് ഈ ബാറ്റ്സ് വുമൺ എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ബാറ്ററായി. പിന്നീട് ഈ ബാറ്റർ എന്ന് പറയുന്നതിനെ പുരുഷന്മാർക്കും ചേർത്തു. ഇപ്പോൾ കമൻറ്റേറ്റർമാർ ഉൾപ്പെടെ പറയുന്നത് ബാറ്റർ എന്നാണ്. പക്ഷെ പുരുഷന്മാരുടെ അതെ. ക്രിക്കറ്റ് കളിക്കുന്നത് എല്ലായ്പ്പോഴും എ ബാറ്റർ ഹു ഇസ് എ മാൻ അല്ലേ. ഉം, അപ്പോൾ അയാളെ ബാറ്റ്സ്മാൻ എന്ന് ഉം, പറയാം. ഈ പോലീസ്മാൻ എന്ന് ഉം. പറയുന്നത് പോലെ തന്നെയാണ്, പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ആ പൊസിഷനെ വേണമെങ്കിൽ നമുക്ക് ബാറ്റർ എന്ന് പറയാം. വൺ ഹൂ പ്ലേസ് വിത്ത് എ ബാറ്റ് ഈസ് എ ഉം. ബാറ്റർ എന്ന് പറയാം. പക്ഷേ വെൻ എ മാൻ പ്ലേസ് ഇറ്റ്, ഇറ്റ് ഈസ് എ ബാറ്റ്സ്മാൻ. വെൻ എ വുമൺ പ്ലേസ് ഇറ്റ്, ഇറ്റ്സ് എ ബാറ്റ്സ് Yes. വുമൺ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. Correct. അത് അതെ. അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് യൂസേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ജെൻഡർ ന്യൂട്രൽ ഉം, യൂണിഫോം വരുന്ന സമയത്ത് എന്തുകൊണ്ട് പൊതുവേ പുരുഷൻ്റേത് എന്ന് പറയപ്പെടുന്ന വസ്ത്രം സ്ത്രീയും അണിയണം? ഉം. അതൊരു ചോദ്യമല്ലേ. അതെ, അതെ. എന്നാൽ പിന്നെ നമുക്ക് അതെ, ചോദ്യം. തിരിച്ചൊരു രീതിയിലത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല? സ്ത്രീ പൊതുവേ ധരിക്കുന്ന ഉം. വേഷം പുരുഷനും ധരിക്കുക, അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടുന്ന കാര്യമില്ല. പകരം നിങ്ങൾ എന്താ സാർ, ചെയ്യേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് കാര്യം ഒരു ചോദിക്കട്ടെ. അങ്ങനെ യൂണിഫോം ഞാൻ കറക്റ്റ്. ചിന്തിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അതായത് ഇപ്പൊ പുരുഷൻ അണിയുന്ന വേഷം അത് സ്ത്രീയും അണിയണം എന്നുള്ളത് ഒരു ഒരു അടിച്ചേൽപ്പിക്കലായിട്ടാണ് താങ്കൾ അതിനെ പോർട്രേ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ, ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത്, സ്ത്രീകൾ അണിയുന്ന വേഷം എന്തുകൊണ്ട് പുരുഷൻ അണിഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ പുരുഷന്മാർക്കുള്ളിൽ ഒരു നാണക്കേട് വരുന്നുണ്ട്. അയ്യേ, അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ആ നാണക്കേടില്ല. സ്ത്രീകള് പറയുന്നത് സാധാരണ ഒരു പാൻസ്, ഒരു ഷർട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം അത് അണിയുക എന്നുള്ളത് അവർക്ക് കംഫർട്ടബിൾ ആണ്. പക്ഷെ അവരുടേത് നമുക്കണിയുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ അല്ലാത്തത്. പക്ഷെ നമ്മുടെ ഡ്രസ്സ് എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. അങ്ങനെ നമുക്ക് ചിന്തിച്ചാലോ അത്? അല്ല, അത് വീണ്ടും നമ്മളുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചിന്തയാണ്. അതായത് ഇപ്പോൾ ഞാൻ വെറുതെ ഉം. വേറൊരു ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാകും. വിവാഹം ഉം. കഴിച്ചിരിക്കുന്ന ഹിന്ദു സ്ത്രീകൾ സാധാരണയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സീമന്തരേഖയിൽ ഒരു സിന്ദൂരം ഇടും അല്ലേ. സിന്ദൂരം പുരുഷനിട്ടുകൂടെ? തൊടും. ഉം. പുരുഷനിട്ടുകൂടെ? പുരുഷൻ ഇവിടുന്ന് ഇങ്ങനെ വരെയൊക്കെ ഇടാറുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവിടെയും കൂടെ ഇട്ടുകൂടെ? ഉം. എന്തുകൊണ്ട് സ്ത്രീ ഉം. മാത്രം അങ്ങനെ ഇടണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു തോട്ടാണ്. പുരുഷൻ വലിയ ഉം. ഗോപിപ്പൊട്ടൊക്കെ തൊടുന്നത് ശീലമായിട്ട് നമ്മൾ കണ്ടതുകൊണ്ട്, അങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നെങ്കിലോ. എന്നിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഉം. പറയുകയാണ് പുരുഷൻ എങ്ങനെ ഇട്ടാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇടുന്ന ആൾക്കാർ ഇടുന്നത് പോലും അയ്യോ അതെന്തോ പ്രശ്നമാണെന്നൊക്കെ നമുക്ക് തോന്നും. അതൊരു സോഷ്യൽ ബിക്കോസ് ദ മെയിൽ കൺസ്ട്രക്റ്റിൻ്റെ വാസ് ഭാഗമായിട്ട് ഡോമിനന്റ് ഇൻ ദ നമുക്ക് ഉണ്ടാകുന്ന സൊസൈറ്റി. ചിന്തയാണ്. ഞാനൊരു എന്താണ്? ഷോവനിസ്റ്റ് ആണെന്ന് ദയവ് ചെയ്ത് പറയരുത്. പുരുഷന്മാർ സൊസൈറ്റിയിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് സൊസൈറ്റി, ഞാനൊരു ഷോവനിസ്റ്റ് ആണെന്ന് പറയരുത് ദയവ് ചെയ്ത്, പ്ലീസ്. ഉം. ഞാൻ ഇല്ലില്ല. പുരുഷന്മാർ ഡോമിനന്റ് ആയിട്ട്, ഇപ്പൊ താങ്കളുടെ ഫാമിലിയിൽ താങ്കൾ ജോലിക്ക് പോകുന്നു, താങ്കളുടെ വീട്ടിൽ താങ്കളുടെ രണ്ടുപേർക്ക് തുല്യമായി നമ്മുടെ ഭാരതീയ സംസ്കാരം, ഇപ്പൊ ഒരുപാട് പേര് ചിരിക്കുന്നതായിരിക്കും. അത് നമ്മുടെ എന്താണ്, ഭാരതീയ സംസ്കാരം. ഇപ്പൊ എന്താ പറയാ, ശിവനും ശക്തിയും ഇല്ലേ, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമില്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ വിശപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ തുല്യതയെ നിർണയിച്ചിരിക്കുന്നത്, അല്ലാതെ ചപ്പാത്തിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഇപ്പൊ എനിക്ക് 4 ചപ്പാത്തി തിന്നാ വിശപ്പ് മാറും, താങ്കൾക്ക് 3 ചപ്പാത്തി തിന്നാ വിശപ്പ് മാറും.
അപ്പോ എന്റെ 4-ൽ നിന്ന് ഒരു ചപ്പാത്തി താങ്കൾക്ക് എടുത്തു തരുമ്പോ, അല്ലെങ്കിൽ കീറി അത് താങ്കൾക്ക് കൂടെ തത്തുല്യമായിട്ട് തരുമ്പോ, എനിക്ക് വിശപ്പ് മാറത്തുമില്ല, താങ്കൾക്ക് തരുന്ന ചപ്പാത്തി താങ്കൾക്ക് കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെ പുരുഷനും സ്ത്രീയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്? അല്ല, ഈ ചപ്പാത്തി ഷെയറിംഗ് എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. അത് മറ്റെന്തിനേക്കാളും അപ്പുറത്തേക്ക് അത് സോഷ്യലിസമാണ്. പക്ഷെ നമ്മൾ ഈ ആയിക്കോട്ടെ. അർദ്ധനാരീശ്വര സങ്കല്പം അല്ലെങ്കിൽ ശിവനും ഉം. ശക്തിയും എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ഈ അർദ്ധനാരീശ്വര രൂപങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ രൂപങ്ങൾക്ക് ജെൻഡർ ഉം. ന്യൂട്രാലിറ്റി ഇല്ല. ആ രൂപങ്ങൾക്ക് യെസ്. പകുതി പുരുഷനും പകുതി സ്ത്രീയും തന്നെയാണ്. അവരുടെ വസ്ത്രങ്ങളിൽ പോലും കറക്റ്റ്. അതേപോലത്തെയുള്ള വ്യത്യാസം തന്നെയുണ്ട്. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ ഉം. എന്നല്ല. ഞാനതുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നതും, നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു കാര്യം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം യൂണിഫോം വേഷങ്ങൾ, ഇന്ന ഇന്ന വേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കാകാം, പക്ഷേ പാറ്റേൺ ഇതാണ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ കംഫർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ഒരേപോലെ അല്ല. ഇപ്പോൾ ധനുഷ് ഇടുന്ന വസ്ത്രങ്ങളായിരിക്കത്തില്ല എൻ്റെ കംഫർട്ട്, ഞാൻ കംഫർട്ടായിട്ട് കരുതുന്നതായിരിക്കില്ല ധനുഷ്. അതായത് പുരുഷന്മാരുടെ ഇടയിൽ പോലും ആ വ്യത്യാസം ഉണ്ടാകാം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നതാണ് നമ്മളുടെ ടോപ്പ്, ഇന്നതാണ് നമ്മുടെ ബോട്ടം, ഇതാണ് നമ്മുടെ യൂണിഫോമിൻ്റെ പാർട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സാരിയായിട്ട് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചുരിദാറാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുർത്തയാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷർട്ടും പാൻസും ആക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലത്തേക്ക് എന്ന് പറഞ്ഞ് കൂടുതൽ സ്വാതന്ത്ര്യം ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഇന്ന യൂണിഫോം അല്ലെങ്കിൽ ജെൻഡർ, ഇന്ന ജെൻഡറിൻ്റെ ന്യൂട്രൽ ആക്കിക്കൊണ്ട് ഞാൻ ഇടുക എന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? പുരുഷൻ പുരുഷനായിരിക്കുക, സ്ത്രീ സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരു പോരായ്മയുണ്ട് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇതിനെ യൂണിഫോം ആക്കുന്നു എന്ന്. അങ്ങനെയല്ല. തുല്യത എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ അത് അർഹിക്കപ്പെടുന്നത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോയോള സ്കൂൾ ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ എങ്ങനെയാക്കുന്നത്? ജെൻഡർ ന്യൂട്രൽ ആക്കൂ. കാരണം അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ട്. അതേപോലെ ഹോളി ഏഞ്ചൽ സ്കൂൾ തിരുവനന്തപുരം പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും തുറന്നു കൊടുക്കൂ. ഇവിടെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ തന്നെ വേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇനി മുതൽ പുരുഷനും സ്ത്രീക്കും പ്രത്യേക ടോയ്ലറ്റ് ഇല്ല, ഇനി മുതൽ പുരുഷനും സ്ത്രീക്കും പ്രത്യേക ബസ്സിലെ സീറ്റ് ഇരിപ്പിടമില്ല എന്നൊന്നും പറയുന്നതിലല്ല. അതൊക്കെ തന്നെ ആൾക്കാർക്ക് അവരുടെ ഒരു കംഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ സീറ്റുകളും എല്ലാവർക്കും എന്ന രീതിയിലത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ചില സ്ത്രീകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെയും മറ്റു കാര്യങ്ങൾ പുരുഷന്മാർക്കുള്ളതിനേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുള്ളത് സ്ത്രീകൾക്കാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു വിമർശനമായിട്ടത് വന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ 100% ശ്രീ ശിവൻകുട്ടി പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുകയാണ്. കാരണം ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് പണ്ടൊരു കാലത്തുണ്ടായിരുന്നതിൻ്റെ കോൺസെപ്റ്റ് അല്ല ഇപ്പോഴത്തേത്. അത് നടൻ ശ്രീ രമേഷ് പിഷാരടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് ചെയ്തിരുന്ന പല സ്കിറ്റുകളും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലാണ്. പണ്ട് നമുക്ക് സിനിമകളിൽ പിന്നെ നമ്മുടെ ശ്രീ ഇന്ദ്രൻസിനെ കൊടക്കമ്പി എന്ന് വിളിക്കുന്ന സിനിമകളുണ്ട് അല്ലേ? അദ്ദേഹം വളരെ കൃശഗാത്രനാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന രീതിയിലത്തേക്ക് വിളിക്കുകയാണ്. പക്ഷേ അത് കേവലം ഒരു കളിയാക്കൽ എന്ന രീതിയിൽ മാത്രമാണ് അത് കണ്ടിരുന്നത്. അത് തിയേറ്ററിൽ കണ്ടിട്ട് ചിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു സിനിമയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബോഡി ഷെയ്മിങ്? നിറത്തിൻ്റെ പേരിലോ ആകാരത്തിൻ്റെ പേരിലോ ഒരാൾ അങ്ങനെ പരിഹസിക്കപ്പെടാൻ പാടില്ല. അത് കേവല തമാശയ്ക്കാണ് എങ്കിൽ പോലും അത് പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോധം ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുന്ന തമാശകളിലൊക്കെ തന്നെ അത് മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്കിളുകളിൽ മാത്രമായിട്ട് ആൾക്കാരത് പറയുന്നത്. എനിക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്ന ഒരാളിൻ്റെ കാര്യത്തിൽ, അതായത് അയാൾക്കത് കുഴപ്പമല്ല എന്ന് തോന്നുന്ന ഒരാളിൻ്റെ അടുത്ത് മാത്രം പറയുന്ന രീതിയിലത്തേക്ക് അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നും അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബോഡി ഷേമിംഗ് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇതേപോലെ ഷെയിം ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. സിനിമകളിൽ അഭിനയിക്കുന്ന ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് കണ്ടിരുന്ന ഒരു നടി ഇന്ന് അല്പം വണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് എങ്കിൽ അത് വെച്ചിട്ട് അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല രീതികളിലേക്ക് അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ അയാളുടെ കൺട്രോളിലായിരിക്കും, ചിലത് ആവണമെന്ന് നിർബന്ധമില്ല. ആണെങ്കിലും അല്ലെങ്കിലും അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചു കാലം മുമ്പ് നടൻ നിവിൻ പോളിയെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ തന്നെ ഇദ്ദേഹം ഭയങ്കര തടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ആക്ഷേപിച്ചിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നടി അപർണ ബാലമുരളിയെ ഇതേപോലെ തന്നെ ബോഡി ഷേമിങ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപക്ഷെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, അതല്ല എങ്കിൽ അത് അവരുടെ താല്പര്യമായിരിക്കും. നമ്മൾ അതിനെ ആ നിലയ്ക്ക് കാണാനായിട്ട് ശീലിക്കണം. ഇപ്പോൾ നമുക്ക് അനാരോഗ്യത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധമുള്ള, നമുക്ക് താല്പര്യമുള്ള ഒരാളിൻ്റെ അടുത്ത് പറയാം, ഡേയ് ഇന്ന പ്രശ്നമുണ്ട്, നീ അനാവശ്യമായിട്ട് വണ്ണം കൂടുന്നുണ്ട്, അതെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് സ്നേഹബുദ്ധിയെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരാളിൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിൽ അയാളെ അപമാനിക്കുക എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യാനായിട്ട് ആധുനിക സമൂഹത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ
ഈ സ്കൂൾ കുട്ടികളിൽ പല ആൾക്കാരും ഇതേപോലെ തന്നെ തടി കൂടുതലുള്ള ആൾക്കാരുണ്ടാകും, അല്പം ഹൈറ്റ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാകും, നിറം പല നിറങ്ങളിലുള്ള ആൾക്കാരുണ്ടാകും, പല ഷെയ്ഡ്സ് ആയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ അധ്യാപകരോ സഹപാഠികളോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് നല്ലതല്ല, അത് നിർത്തണം. ഒരു കേവല തമാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത്. പക്ഷേ ആ തമാശ എപ്പോഴാണ് തമാശയാകുന്നത്? അതിന് പാത്രീഭവിക്കുന്ന ആൾക്കാർ കൂടി അത് എൻജോയ് ചെയ്യുമ്പോഴാണ്. അത് എൻജോയ് ചെയ്യാൻ പറ്റാതെ അവരുടെ ഉള്ളിൽ എന്തോ ഒരു അപകർഷതാബോധമാണ് ഉണ്ടാകുന്നത് എങ്കിൽ, സഹപാഠികളുടെ മുന്നിൽ താൻ നാണം കെടുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് എങ്കിൽ, അവരുടെ കോൺഫിഡൻസിനെയാണ് അത് ബാധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിലാണ് ഇവർ ലോകത്തിനെ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്, മറ്റുള്ള ആൾക്കാർ എന്നോട് എങ്ങനെ പെരുമാറുന്നു, എന്നെ എങ്ങനെ അവർ കാണുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ ഈ കാലത്തിലാണ് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ആ കാര്യത്തിൽ ശ്രീ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നതിന് ഒപ്പമാണ്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതായത് താങ്കൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ വായിച്ചതുപോലെ, ഈ ഫീസ് ഡീഫോൾട്ട് ചെയ്തിരിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ബസ് ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ക്ലാസ്സിൽ ഒരു അനൗൺസ്മെൻ്റായിട്ട് വരിക എന്ന് പറയുന്നത് ശരിയല്ല. ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ പോലെ അല്ല ഒരു ക്ലാസ്. ഇപ്പോൾ ഫ്ലാറ്റ് അസോസിയേഷനിൽ കൃത്യമായിട്ട് മന്ത്ലി മെയിൻ്റനൻസ് ഫീസ് കൊടുക്കാത്ത ആൾക്കാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫ്ലാറ്റ് അസോസിയേഷനുകളിലും ആൾക്കാരിത് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ സാമാന്യം നല്ല രീതിയിലത്തേക്കുള്ള ജീവിത നിലവാരമുണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരു സ്കൂളിൽ വരുന്ന സമയത്ത് അങ്ങനെയല്ല. സ്കൂളിൽ വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യമുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ആ ഒരു വ്യത്യാസം പോലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ യൂണിഫോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരെ ഇവിടെ ഉള്ളത്. ഇല്ലെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങളുമായിട്ട് പണമുള്ളവൻ വരും, ഇല്ലാത്തവൻ അതിനനുസരിച്ച് വരും. ഇപ്പോൾ അതില്ല. യൂണിഫോം ആകുമ്പോൾ പിന്നെ ധനാഢ്യനായിട്ടുള്ള ആളിൻ്റെ മകനും ദരിദ്രനായിട്ടുള്ള ആളിൻ്റെ മകനും ഒരേപോലെ തന്നെ സ്കൂളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരോട് ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഫീസ് അടയ്ക്കാത്ത ആൾക്കാരുടെ പേര് പറയുമ്പോൾ അത് കുട്ടികളിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന് തുല്യമായ രീതിയിലത്തേക്കുള്ള ഒരു അപകർഷതാബോധം, ഒരു നാണക്കേട്, ഒരു ബുദ്ധിമുട്ട്, വിഷമം, കരച്ചിൽ, ഇതൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഇന്ന് പല പേരൻസ് എന്നല്ല, എല്ലാ പേരൻസിൻ്റെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ അവരെ റീച്ച് ചെയ്യുക, അവരെ ഫോണിൽ വിളിച്ചിട്ട് അധ്യാപകൻ പറയുക, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയയ്ക്കുക, അവരോട് പറയുക, അത് നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റുകൾ മിസ്സായിട്ടുണ്ട്, നിങ്ങളത് ചെയ്യുക എന്ന് പറയുക എന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബത്തിലെ ധനസ്ഥിതി എന്നത് അവൻ്റെ കൺട്രോളിലല്ല. അവൻ്റെ അച്ഛൻ്റെ പോലും കൺട്രോളിലല്ലോ, അല്ലേ? അവൻ്റെ അമ്മയുടെ പോലും കൺട്രോളിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് സർക്കാർ ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട് സാർ. അതായത് ഈ സർക്കാർ സ്കൂളിൽ ഈ ഒരു വിഷയം, ഈ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ ഈ ക്ലാസ്സിൽ വന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ഒരു വിഷയം വളരെ കുറവാണ്. ഇത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പ്രൈവറ്റ് സ്കൂൾസിലാണ്. അപ്പോ ഇത് പറഞ്ഞാൽ മാത്രം പോലെ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ നടക്കുന്നില്ല എന്നെങ്ങനെ ഉറപ്പുവരുത്തും? ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. കാരണം അത്തരത്തിലൊരു വിഷയം പലതവണ ഞാൻ നേരിട്ടിട്ടുണ്ട്, ഞാൻ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ. അപ്പോ അത് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ ഭൂരിഭാഗം ഫീസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണം പറയാം. ഒരു ഡൊണേഷൻ കൊടുക്കാം, അതിനുശേഷം PTA ഫണ്ട് അങ്ങനെയൊക്കെ കൊടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രൈവറ്റ് സ്കൂളിൽ ഇത് നടക്കുന്നില്ല എന്ന് എങ്ങനെ നമ്മുടെ മന്ത്രി ഉറപ്പുവരുത്തും? അതൊരു ചോദ്യമല്ലേ? അല്ല, ഇത് ഒരു കംപ്ലൈൻറ്റ് സിസ്റ്റം, ഒരു റിഡ്രസൽ സിസ്റ്റം അവിടെ ഉണ്ട് എങ്കിൽ നിസ്സാരമായിട്ട് ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. കാരണം ഇതൊരു പബ്ലിക് അനൗൺസ്മെൻറ്റാണ്. ഒരു ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, കുട്ടിയെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിൽ തന്നെ ഉള്ള കാര്യം എന്താണ്? ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഇരിക്കുന്ന സമയത്ത് പരസ്യമായിട്ട് പറയാൻ പാടില്ല. അപ്പോൾ കുട്ടിയെ വിളിച്ച് സ്വകാര്യമായിട്ട് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ആ കുട്ടിയെ വിളിച്ചിട്ട് പറയുന്നത്, അപ്പോൾ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ പോലും മറ്റുള്ള അധ്യാപകരുടെ മുന്നിൽ വെച്ച് പറയുന്നത് മോശമാണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ചാർജുള്ള ക്ലാസ് ടീച്ചർ ആരാണോ ആ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയോട് പ്രത്യേകമായിട്ട് പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. സ്കൂൾ ഡയറികളൊക്കെ തന്നെ എല്ലാ പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട്. സ്കൂൾ ഡയറിയിൽ അത് എഴുതി കൊടുക്കാം. പേരൻസിൻ്റെ എല്ലാവരുടെയും മൊബൈൽ നമ്പറുകൾ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലും നിർബന്ധമായിട്ടും ക്യാപ്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയാം. അതിന് പകരം അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കുട്ടി അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് കേട്ടിട്ടുള്ള മറ്റു കുട്ടികളുമുണ്ട്. ഒരു കുട്ടിക്ക് നുണ പറയേണ്ടുന്ന കാര്യം വരുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപമാനമായി കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി അത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? സ്കൂളിലാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? അതിന് മേലധികാരിയുണ്ടോ? ഈ സിസ്റ്റത്തിന് അപ്പലറ്റ് അതോറിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇത് നമ്മളിതൊരു തർക്കമല്ലേ, ഒരു ഗ്രീവൻസ് പറയുകയാണ്. ആ ഗ്രീവൻസിൻ്റെ റിഡ്രസൽ മെക്കാനിസം അവിടെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ കേവല പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
അവിടെ കൂടുതൽ പണച്ചെലവുമുണ്ട്. ഇപ്പോൾ സർക്കാർ സ്ഥാപനത്തിലാണെങ്കിൽ കുറേയൊക്കെ ഗ്രാൻറ്റുകൾ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡഡ് ഒന്നും അല്ലാത്ത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ മാസവുമുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള പേ ഔട്ട് ഉണ്ട്. അധ്യാപകർക്കുള്ള ശമ്പളമാണെങ്കിലും മറ്റുള്ള സാധന സാമഗ്രികളുടെ മെയിൻ്റനൻസ് ആണെങ്കിലും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ സ്വകാര്യ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആൾക്കാരുടെയും ഫീസ് ഓരോ ടൈമിലും കിട്ടുക എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അതിന് കൃത്യമായ ഫോളോ അപ്പ് നൽകി ഈവൻ പേയ്മെൻറ്റിന് അഡ്വാൻസ് ആയിട്ട് തന്നെ നോട്ടീസ് കൊടുക്കാമല്ലോ. അപ്പോൾ അടുത്ത മാസം ഡിസംബർ 10-ാം തീയതിയാണ് നിങ്ങളിത് കൊടുക്കേണ്ടത് എങ്കിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നവംബറിൽ തന്നെ ആദ്യം കൊടുക്കാമല്ലോ. അപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെ റിമൈൻഡ് ചെയ്യുന്നതിനും അവരുമായി മാത്രം അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനും അവർ കൂടുതൽ ശ്രമിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് PTA പോലെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അത് സ്വകാര്യ സ്കൂളുകളിലാണെങ്കിലും ഉണ്ട്. അവർക്കിതിൽ കൂടുതൽ കൺട്രോൾ എടുക്കാം. കാരണം അതിൽ പേരൻസും ഉണ്ട്, ടീച്ചേഴ്സ് മാത്രമല്ലല്ലോ. അപ്പോൾ ഇവർക്ക് തന്നെ കൂടുതലായിട്ട് സംസാരിച്ച് മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് ഇതിലെന്താണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒപ്പം ചില പ്രത്യേക സാമ്പത്തിക സാഹചര്യങ്ങൾ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന കുട്ടികളുണ്ടാകും, അക്കാഡമിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളിന് തന്നെ ഇപ്പോൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമല്ല, അല്ലാതെ സ്കൂളിന് തന്നെ PTAക്ക് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും കുട്ടിയുടെ പേരൻസിന് ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലൊരു മരണം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ PTAക്ക് പോലും ആ കുട്ടിയുടെ സാമ്പത്തിക ബാധ്യത ആ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കാനുള്ള രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ നല്ല പ്രവൃത്തിയായിട്ട് മാത്രമേ കരുതുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു വലിയ ഇഷ്യൂ അല്ലാതെ സ്കൂളുകളിൽ തന്നെ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ എനിക്ക് തോന്നിയിരുന്ന ഒരു ചെറിയ വിയോജനക്കുറിപ്പ്, ഈ സാമ്പത്തിക ചിലവുള്ള പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ബർത്ത്ഡേയ്സ് ഒക്കെ നടക്കുക, ഇതൊക്കെ ആഘോഷിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സമ്മാനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമ്മാനങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നതൊക്കെ തന്നെ ശരിയാണ്. കാരണം അതിൽ തന്നെ വീണ്ടും പണത്തിൻ്റെ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട് ഇത്ര രൂപയിലേക്ക് മുകളിലുള്ള ഗിഫ്റ്റുകൾ പാടില്ല എന്നൊക്കെ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, പണ്ട് മുതലേ ഉള്ളതാണ്. ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ടീച്ചർമാർ പറയാറുണ്ട്. പക്ഷേ അതിൽ കൃത്യമായിട്ട് പറയാറുണ്ട് 150 രൂപയ്ക്ക് മുകളിലുള്ള ഗിഫ്റ്റ് പാടില്ല എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പറയാറുണ്ട്. പക്ഷേ ആ തുക പോലും ഒരു വലിയ തുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള കുടുംബങ്ങളുണ്ടാകാം. അപ്പോൾ ഗിഫ്റ്റ് ഒഴിവാക്കണം എന്ന് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ചിലവുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഏറ്റവും ചിലവ് കുറച്ച് ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ഇല്ലാതെ മറ്റേത് രീതിയിലത്തേക്ക് ഒരു ആഘോഷം അവിടെ നടത്താൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ആഘോഷങ്ങൾ ഒഴിവാക്കാതെ ആ രീതിയിലത്തേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആഘോഷിക്കാനുള്ള വേളകൾ ആഘോഷിക്കാനുള്ളതാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയേണ്ടതാണ്. അതിന് പണം ചിലവാക്കി മാത്രമേ ആഘോഷമുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺസെപ്റ്റ് വേണ്ട. ഇപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എങ്കിൽ ക്ലാസ്സിൽ എല്ലാവരും ഒരു 30 സെക്കൻഡ് എടുത്തിട്ട് കൈയടിച്ച് ആ കുട്ടിക്കൊരു വിഷ് ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ലല്ലോ, അതിനൊന്നും സാമ്പത്തിക ചിലവൊന്നുമില്ലല്ലോ, അതൊരു ആഘോഷമാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ സാമ്പത്തിക ചിലവില്ലാത്ത രീതിയിലത്തേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. കുട്ടികൾ ഇതെല്ലാം കണ്ട് വളരണമല്ലോ, അവർ അറിയണം എന്തൊക്കെയാണ് ആഘോഷിക്കാനുള്ള വേളകൾ, എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ കുട്ടികൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞ് തന്നെ വളരട്ടെ. അല്ലാതെ ഇതൊന്നും അറിയാതെ എവിടെയോ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുന്ന രീതിയിലത്തേക്ക് കുട്ടികൾ വേണ്ട. കാരണം നാളെ ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ആൾക്കാരാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കുടുംബത്തിൽ തന്നെ ഒരു ഡിമാൻഡ് അവർ വെക്കുന്ന സമയത്ത് അച്ഛനെ കൊണ്ട് അമ്മയെ കൊണ്ട് അത് നിവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ, അതിനുള്ള സാഹചര്യം എൻ്റെ കുടുംബത്തിലുണ്ടോ എന്ന് അറിഞ്ഞ് തന്നെ കുട്ടികൾ വളരുന്നതാണ് നല്ലത്. പലപ്പോഴും പല പേരൻസും, പേരൻറ്റിങ്ങിൻ്റെ ഒരു കാര്യമായിട്ട് കൂടി പറയാം, പലപ്പോഴും പല പേരൻസും ആ രീതിയിലത്തേക്ക് ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെയാണ് വളർത്തിയത് എന്നുള്ളത് ഒരു വലിയ ക്രെഡിറ്റായിട്ട് പറയാറുണ്ട്. നമ്മൾ സിനിമകളിൽ പോലും ഡയലോഗുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ ബുദ്ധിമുട്ട്, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കാതെയാണ് ഞാൻ അവനെ വളർത്തിയെന്ന്. അത് തെറ്റാണ്. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യവും ഇവിടെ നേടിത്തരാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിയും എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്കുണ്ടാകുമ്പോൾ കൂടുതലായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ നേരത്തെ ഫുൾഫിൽ ചെയ്തിരുന്ന ഡിമാൻഡുകൾ പിന്നീട് ഫുൾഫിൽ ചെയ്യാനാവാതെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അമർഷമുണ്ടാകും, എന്നോട് താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മുടെ വരുമാനം പറയണമെന്നല്ല, പക്ഷേ നമ്മളെക്കൊണ്ട് എന്താകും എന്താകില്ല എന്നതിനെപ്പറ്റി കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നൽകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.